എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ കുട്ടപ്പന്റെ അമ്മ കുഷീന അവൾ അങ്ങനെ ഡിസപ്പിയർ ആവും. അപ്പോഴായിരിക്കും കുട്ടപ്പൻ അവന്റെ അച്ഛനോടും അമ്മയോടും പറയാ, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയാണ് ഇത്രയും കാലവും ജീവിച്ചത്. അമ്മ പറഞ്ഞതുപോലെ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു, ഉറങ്ങി, മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ആരെയും ദ്രോഹിക്കാതെ അങ്ങനെ ജീവിച്ചു. ഞാനൊരു വലിയ പഠിപ്പിസ്റ്റ് ആയിരുന്നില്ല, പക്ഷെ അക്കാദമിയിൽ ഞാനിപ്പോ ഒരു ബ്രില്യൻ സ്റ്റുഡന്റ് ആണ്. എല്ലാവരും എന്നിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒക്കെ വെക്കുന്നുണ്ട്. മാത്രമല്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഈ നയൻ ടൈല് അതെന്നെ ഒരിക്കലും തളർത്തിയിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ഞാൻ ഫിഫ്ത്ത് ഹൊക്കാഗെ ആവും. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കില്ലർ ബിയെയും യാമുട്ടോ സെൻസായും കാണിക്കും. അവരുടെ തൊട്ടു മുൻപിലായിട്ട് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ അവനിപ്പോ പതിയെ ഒരുപാട് സന്തോഷത്തില് അവന്റെ കണ്ണു തുറക്കും. കുട്ടപ്പനെ കാണുമ്പോ തന്നെ ഇപ്പൊ കില്ലർ ബിക്ക് മനസ്സിലാവും എല്ലാം സക്സസ് ആണെന്ന്. കില്ലർ ബിയും കുട്ടപ്പനും അവർ രണ്ടുപേരും ഇപ്പൊ ഹാപ്പി ആയിട്ട് കെട്ടിയൊക്കെ പിടിക്കും, ഹഗൊക്കെ ചെയ്ത് ഇപ്പൊ ചില്ല് ചെയ്യാൻ തുടങ്ങും. പക്ഷെ യാമുട്ടോ സെൻസായി, എന്താ ഉണ്ടായേ? നിങ്ങൾ എന്തിനാ പരസ്പരം ചിരിക്കുന്നേ? കുട്ടപ്പ, നീ ആ നയൻ ടൈലിനെ അതിനെ കൺട്രോൾ ചെയ്തോ? സത്യമായിട്ടും നീ അതിനെ കൺട്രോൾ ചെയ്തോ? പക്ഷെ കുട്ടപ്പനും കില്ലർ ബിയും അവരിപ്പോ യാമുട്ടയെ മൈൻഡ് പോലും ചെയ്യാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ കൈയൊക്കെ കൊടുത്തു നിൽക്കും. കില്ലർ ബി പറയും, ശരിക്കും നീ സൂപ്പറാണ്, നിന്നെ കൊണ്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ മൈഗൈ സെൻസായി ആള് ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൂട്ടാതെ കുട്ടപ്പൻ അവൻ ഒറ്റയ്ക്ക് ട്രെയിനിങ്ങിന് പോയോ? ഇത് ഞാൻ അനുവദിക്കില്ല. എത്രയും പെട്ടെന്ന് എന്നെ കുട്ടപ്പന്റെ അടുത്തേക്ക് എത്തിക്ക്. കട്ട് ചെയ്ത കുട്ടപ്പൻ അവനിപ്പോ യാമുട്ടോ സെൻസായോട് പറയും, ആ നയൻ ടൈലിനെ ഞാൻ കൺട്രോൾ ചെയ്തു. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കുട്ടപ്പൻ ആ നയൻ ടൈലിന്റെ പവർ അത് അബ്സോർബ് ചെയ്യുന്ന കാണിക്കും. എന്നിട്ട് അതേ പവർ ഉപയോഗിച്ച് യാമുട്ടോ സെൻസയുടെ വുഡ് ജിപ്സു അതിനെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കാണിക്കും. അത് കണ്ട് യാമുട്ടോ സെൻസൈ പോലും ഒരു സെക്കൻഡ് ഷോക്കായിട്ട് അങ്ങനെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും കുട്ടപ്പൻ അവൻ മറ്റൊരു കാര്യം ഇപ്പൊ നോട്ടീസ് ചെയ്യുക. കുട്ടപ്പൻ കില്ലർ ബിയോട് പറയും, നിന്റെ സ്ക്വാഡില് എന്തോ ഒരു ചക്ര പവർ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിന് കില്ലർ ബി കാഷ്വൽ ആയിട്ട് പറയും, ഒന്നുമില്ലല്ലോ, അതെന്റെ സ്ക്വാഡാണ്. പക്ഷെ കുട്ടപ്പന് മനസ്സിലാവും അതിൽ വേറെ ആരോ ഉണ്ടെന്ന്. കുട്ടപ്പൻ തറപ്പിച്ചു പറയും, അത് സ്ക്വാഡല്ല. ഉടനെ ആ സ്ക്വാഡ് തകർത്ത് ഇപ്പൊ കിസാമി അവൻ പുറത്തേക്ക് വരും. അവനെ കണ്ട് കില്ലർ ബി പോലും ഇപ്പൊ ഒരു സെക്കൻഡ് ഷോക്കാവും. അവൻ ചോദിക്കും, നീ എങ്ങനെ ഈ സ്ക്വാഡിലേക്ക് എത്തി? നിന്നെ ഞാനും എന്റെ ബ്രദറും ചേർന്നല്ലേ കൊന്നു തള്ളിയത്? അതിന് കിസാമി പറയും, നിങ്ങൾ നശിപ്പിച്ചത് എന്റെ ഒരു ക്ലൗണിനെയാണ്, എനിക്കൊരു കുഴപ്പമില്ല. അതിനുശേഷം ഇത്രയും ദിവസവും ഞാൻ നിന്റെ പുറകില് സേഫ് ആയിട്ടിരിക്കുകയായിരുന്നു. കിസാമി ഉടനെ ആ സ്വിച്ച് പ്രസ് ചെയ്ത് ഡോർ തുറക്കും. എന്നിട്ട് ആ സ്ക്വാഡുമായിട്ട് ഇപ്പൊ സ്പീഡിൽ ഓടാൻ നേരം കുട്ടപ്പൻ അവന്റെ ടെലിപ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് അങ്ങനെ ചാടി വീണ് ഇപ്പൊ കിസാമിയെ പിടിച്ച് വലിക്കും. അവന്റെ പവർ കാണുമ്പോ യാമുട്ടോ സെൻസായിക്കും കില്ലർ ബിക്കും അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ യെല്ലോ ഫ്ലാഷിന് ഓർമ്മ വരും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പന്റെ കാല് അതാ ചുമരിൽ സ്റ്റക്കാവും. ആ ഗ്യാപ്പിൽ കിസാമി അവനെ ഡോർ വഴി ഇപ്പൊ പുറത്തേക്ക് പോവും. അത് കണ്ട് യാമുട്ടോ സെൻസായി ആള് നിലവിളിച്ചു പറയും, കില്ലർ ബി അവനെ വിടരുത്, എങ്ങനെയെങ്കിലും അവനെ പിടിക്ക്. കുട്ടപ്പന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. ഉടനെ കില്ലർ ബി ഇപ്പൊ കിസാമിയുടെ പുറകെ ഉഷാറായിട്ട് ചാടി ഓടും. കട്ട് ചെയ്താ ഇവിടെ മൈഗയും ടീമും അവര് മൂന്ന് പേരും ഇപ്പൊ വാട്ടർഫോൾസിന്റെ തൊട്ട് മുൻപിലെത്തും. അപ്പൊ യാമുട്ടോ സെൻസായി ചോദിക്കും, ഈ ഒരു വാട്ടർഫോൾസിന് മുൻപിൽ നിന്ന നമ്മുടെ റിയൽ ഫേസ് അത് കാണാൻ കഴിയോ? അതിന് ഔബ സെൻസായി പറയും, അതെ, കുട്ടപ്പൻ അവന്റെ റിയൽ ഫേസ് കണ്ടു, അതിനെ തോൽപ്പിച്ചു. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീയും നിന്റെ റിയൽ ഫേസിനെ തോൽപ്പിക്കുക. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ യാമുട്ടോ സെൻസായി ആള് ചാടി വന്ന് ആ വാട്ടർഫോൾസിന് മുൻപിൽ നിൽക്കും. അപ്പോഴായിരിക്കും ആ വാട്ടർഫോൾസിൽ നിന്ന് ഇപ്പൊ ഏതോ ഒരു രൂപം പുറത്തേക്ക് വരുന്നത് കാണാ. അത് കാണുമ്പോ നമ്മുടെ മൈഗേ സെൻസായി ആള് പറയും, നീയാണല്ലേ എന്റെ റിയൽ ഫേസ്. എന്റെ ഉള്ളില് ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടായിരുന്നോ? ഉറപ്പായിട്ടും നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അത് മറ്റാരുമല്ല, ആ കിസാമി. അവൻ ചാടി അവിടുന്ന് മുൻപോട്ടോടും. മൈഗൈ സെൻസായി ആണെങ്കിൽ അവനെ കണ്ട് ഫ്രീസ് ആയി പോവും. പക്ഷെ മൈഗയ്ക്ക് മനസ്സിലാവില്ല. അവൻ ഇപ്പോഴും കരുതുക അതവന്റെ ഹേറ്റഡ് ആണെന്നായിരിക്കും. അവനാണെങ്കിൽ അതവന്റെ നെഗറ്റീവ് ഫേസ് ആണെന്ന് കരുതി ഇപ്പൊ കിസാമയായിട്ട് ഫൈറ്റ് ഇടാൻ തുടങ്ങും. അതിന് ഔബ സെൻസായി ആള് നിലവിളിച്ചു പറയും, മൈഗൈ, അത് നിന്റെ യഥാർത്ഥ രൂപം അല്ല. നിനക്ക് ജീവൻ വേണമെങ്കിൽ അവിടുന്ന് മാറി നിൽക്ക്. പക്ഷെ അപ്പോഴേക്കും മൈഗൈ അവന്റെ ഫുൾ പവർ എടുത്ത് അതിനെ അടിച്ച് താഴെയിടും. അപ്പോഴായിരിക്കും മൈഗൈക്ക് ഇപ്പൊ ബോധം വീഴുക. മൈഗൈ ചോദിക്കും, അപ്പൊ ഇതെന്റെ റിയൽ ഫേസ് അല്ലേ? അപ്പൊ ഇവൻ ആരാണെന്ന് പറഞ്ഞ് മൈഗൈ ഇപ്പൊ അവനെ നോക്കും. അവനെ കാണുമ്പോ തന്നെ ഇപ്പൊ മൈഗൈക്ക് മുൻപ് എവിടെയോ
അവനെ കണ്ടതുപോലെ തോന്നും. ഔബ സെൻസായി ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്രീച്ചറിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഔബ ചോദിക്കും, ഇത് ആക്ച്വലി പഫർ ഫിഷ് ആണോ? പക്ഷെ ഇങ്ങനെ ഒരു ഫിഷ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ കില്ലർ ബി അവിടേക്ക് വരും. അവൻ പറയും, അതാ കിസാമിയാണ്, അക്കാസ്കി ടീമിലെ ഒരു മെമ്പർ ആണവൻ. ഉടനെ കിസാമി അവൻ ആ സ്വാമി ഗാർഡിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. സ്വാമി ഗാർഡ് ഉടനെ ഇപ്പൊ കില്ലർ ബിയുടെ അടുത്തേക്ക് വരും. അപ്പൊ ആ ഒരു ഗാർഡ് ഇപ്പൊ നൈസായിട്ട് കില്ലർ ബിയെ കടിക്കാൻ തുടങ്ങും. കില്ലർ ബി പറയും, നീ തമാശക്കാണോ എന്നെ കടിക്കുന്നേ? കുഴപ്പമൊന്നുമില്ല, നിന്നെ ആ കിസാമി ലോക്ക് ചെയ്ത് വെച്ചിരുന്നല്ലേ? കുഴപ്പമില്ല, നിന്നെ ഇപ്പോ എനിക്ക് തിരിച്ചു കിട്ടിയില്ലേ? അപ്പൊ അതേ സമയത്ത് വെള്ളത്തിനടിയില് കിസാമി അവൻ ആ സ്ക്വാഡ് ഉപയോഗിച്ച് കില്ലർ ബിയുടെ പവർ അതങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കില്ലർ ബി അവന്റെ പവർ നഷ്ടപ്പെട്ട് അങ്ങനെ താഴേക്ക് വീഴും. അത് കണ്ട് ഔബ സെൻസായി ആൾ ഓടി വരും. കിസാമി ചാടി എഴുന്നേക്കും. ചക്ര ത്രെഡ് ഉപയോഗിച്ച് അതിൽ 2 കത്തി കണക്ട് ചെയ്ത് ഔബ സെൻസായി അത് കിസാമിക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ അവൻ ഹായ് ആയിട്ട് അതേ ചക്ര പവർ ഉപയോഗിച്ചുകൊണ്ട് ഔബയുടെ ചക്ര പവറും ഇപ്പൊ അങ്ങനെ അബ്സോർബ് ചെയ്യും. ഉടനെ ഔബ സെൻസായി ആളുടെ ഫുൾ പവറും കൺട്രോളും നഷ്ടപ്പെട്ട് അങ്ങനെ ഒടിഞ്ഞുകുത്തി ഇപ്പൊ താഴേക്ക് വീഴും. കിസാമി ഉടനെ ആ ഒരു ഗാർഡ് അതൊരു ഫിഷാക്കി മാറ്റി അവിടുന്ന് ചാടി രക്ഷപ്പെടും. പക്ഷെ മൈഗൈ സെൻസായി ആള് വിടില്ല. മൈഗൈ ഇപ്പോ അവന്റെ പിന്നാലെ പോവും. ഉടനെ കില്ലർ ബി അവന്റെ ജൈന്റ് കൈ അത് ഓപ്പൺ ചെയ്യും. ഇവിടെ മൈഗൈ ആളുടെ 6th ഗേറ്റ് ഓപ്പൺ ചെയ്ത് അങ്ങനെ ചാടി വന്ന് അവന്റെ പിന്നാലെ പറന്നു പോവും. കട്ട് ചെയ്ത ഇവിടെ യാമുട്ടോ സെൻസായി ആളിപ്പോ കുട്ടപ്പന്റെ പരിക്ക് പറ്റിയ കാലിന് മരുന്നൊക്കെ വെച്ചു കൊടുത്ത് അങ്ങനെ ബാൻഡേഡ് ഇടും. ഇവിടെ മൈഗൈ ആണെങ്കിൽ ഒരുപാട് ദൂരം ഫ്ലൈ ചെയ്ത് വന്ന് സമറിൻ ജിപ്സ് ഉപയോഗിച്ച് അവന്റെ ആമയെ ക്രിയേറ്റ് ചെയ്യും. മൈഗൈ ആ ആമയെ ചവിട്ടി ഇപ്പൊ മുകളിലേക്ക് കുതിച്ചു പോവും. പക്ഷെ എന്താ, ആ ആമ അതാണെങ്കിൽ സ്വപ്നത്തിൽ പോലും ആ ചവിട്ട് പ്രതീക്ഷിച്ചില്ല. അതങ്ങനെ തെറിച്ചുപോയി താഴെ ഉണ്ടായിരുന്ന ഒരു വലിയ ആമയുടെ ബോഡിയില് അങ്ങനെ ഇടിച്ചു വീഴും. ഇവിടെ കിസാമി അവൻ വീണ്ടും ഇപ്പൊ വലിയൊരു ഷാർക്കിനെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ അത് മുഴുവൻ ആ ഷാർക്കിൽ സീൽ ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് പോവും. പക്ഷെ മൈഗൈ അവൻ അപ്പോഴേക്കും അവിടെ എത്തും. ഉടനെ കിസാമി അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവന്റെ ഫിഷുകളെ അതിനെ മുഴുവൻ കൺട്രോൾ ചെയ്ത് ഇപ്പൊ മൈഗൈ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. മൈഗൈ കൈ നീട്ടി ആളുടെ ഫയർ ജിപ്സ് ഉപയോഗിച്ച് എല്ലാത്തിനെയും തകർത്ത് കളയും. മൈഗൈ ടെൻഷനായിട്ട് എത്രയും പെട്ടെന്ന് ആ സീക്രട്ട് ഇൻഫർമേഷൻ സ്ക്രോൾ അത് കണ്ടുപിടിക്കണം. അതിനിയും തെറ്റായ കൈകളിലേക്ക് പോയാ അത് വലിയ അപകടമാണ്. മൈഗൈ ആളിപ്പോ 7th ഗേറ്റ് ഓപ്പൺ ചെയ്ത് കിസാമിക്ക് നേരെ കുതിച്ചു പായും. കിസാമി വീണ്ടും അവന്റെ വാട്ടർ സ്റ്റൈൽ ഗെഞ്ചിപ്സു അതുപയോഗിച്ച് റെഡിയാവും. അത് കണ്ട് മൈഗൈ അവൻ സ്പീഡിൽ അടുത്തേക്ക് വരും. അങ്ങനെ ക്ലോസ് എത്തിയ ഉടനെ മൈഗയുടെ ഹിർഡ്ര ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ അവനെ അങ്ങനെ അട്ടിച്ച് തെറിപ്പിച്ച് കിസാമിയെ തകർത്ത് കളയും. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഷാർക്കുകളും ചത്ത് മലയ്ക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.